ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവരും സെറ്റാണല്ലോ അല്ലേ? ഇന്നത്തെ ടൈറ്റിൽ കണ്ടില്ലേ? ഈ എല്ലാവരും യൂട്യൂബിൽ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എന്താണ് കുഴപ്പം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ്. അതിൽ വലിയ തെറ്റൊന്നുമില്ല. യൂട്യൂബിൽ നോക്കുക. ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ തന്നെയാണല്ലോ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു അറിവ് വെച്ചിട്ടാണല്ലോ നമ്മൾ പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അതിൽ തെറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ വയ്യാത്ത കാര്യം ഇതുപോലെ ഓരോ സ്ഥലത്ത് നോക്കും, നമ്മൾ സെർച്ച് ചെയ്യും, അതിനകത്ത് എന്ത് കാണുന്നോ അത് അതേപോലെ കോപ്പി ചെയ്യുന്നതിലാണ് നമ്മളുടെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. അത് തെളിയിച്ച് പറയുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരിക. ഫോർ എക്സാമ്പിൾ ഈ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ഏതെങ്കിലും സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതായിക്കോട്ടെ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴോ ഇൻട്രാഡേ, ഡെലിവറി, ട്രേഡിങ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഈ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ യൂട്യൂബർ ഏത് സ്റ്റോക്കാണോ അവരതിനകത്ത് കാണിക്കുന്നത് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. ഈ വെള്ളത്തിൻ്റെ കളർ നോക്കിയിടവേ, എന്ത് പച്ചയല്ലേ! നമ്മുടെ നാട്ടിലൊക്കെ നീല കളറല്ലേ കടൽ, എന്താ ഇത്രയും പച്ചയായിട്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിവേ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള ത്രെഡ് ബിൽഡിങ് കേട്ടോ. ഈ ത്രെഡ് പോലെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിരിക്കുക, അതാണ് ആ ബിൽഡിങ്. അപ്പോൾ ഈ ത്രെഡിൻ്റെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളതും. നമ്മളിപ്പോൾ യൂട്യൂബിൽ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം വീഡിയോ ചെയ്തത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് കാര്യങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും എന്തിനെക്കുറിച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ ഒരു ത്രെഡ് മാത്രമേ നമ്മൾ എടുക്കാവൂ. അല്ലാതെ ആ യൂട്യൂബർ എടുക്കുന്ന അതേ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ യൂട്യൂബർ പറയുന്ന അതേ സ്റ്റോക്ക്, ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് പറയുന്നതേക്കാം, ഈ ഒരു പെന്നി സ്റ്റോക്ക് എടുത്തോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് എടുത്തോ, ഈ ഒരു ഫണ്ട് എടുത്തോ എന്നൊക്കെ പറഞ്ഞത്, അത് കൂടുതലും ആൾക്കാർ ആ ഫണ്ടിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ആ ഫണ്ടിലേക്ക് എത്താനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിക്കോ, നിങ്ങൾക്ക് അത്രയും പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാവും, മറ്റേ എന്തെങ്കിലും ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ഇവർ ചുമ്മാ കയറും തള്ളും. സത്യം പറഞ്ഞാൽ അതിലൊരു ഓഫറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പകരം എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ ആ ഫണ്ട് എടുക്കുകയും നമ്മളതിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഏത് ലിങ്ക് വഴിയാണോ കയറിയത് ആ യൂട്യൂബർ ഉണ്ടല്ലോ, അയാൾക്ക് എന്തെങ്കിലും പെർസെൻറ്റേജ് കിട്ടും. ചിലപ്പോൾ 1% ആയിരിക്കാം, ചിലപ്പോൾ 2% ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കാം. ഈ എമൗണ്ടൊക്കെ കൊടുക്കുന്നത് ഈ ഫണ്ടിൻ്റെ ഓതേഴ്സൊന്നും അവരുടെ പോക്കറ്റിൽ നിന്നായിരിക്കില്ല. അത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഫണ്ടിൽ നിന്നോ. ചിലപ്പോൾ നമ്മുടെ ഫണ്ട് അത്ര റൺ ചെയ്യുള്ളൂ, അധികം റൺ ചെയ്യുന്നു, അതങ്ങനെ അധികം സാധാരണ ഫണ്ടുകൾ റൺ ചെയ്യണോ ചിലപ്പോൾ റൺ ചെയ്തൊന്നും വരില്ല. കാരണം നമ്മളുടെ എമൗണ്ട്, നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ആയിരിക്കും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്നുണ്ടാവില്ല, ചെറിയൊരു നിശ്ചിത എമൗണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ ഈ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ആരുടെയും ലിങ്കിലൊന്നും കയറേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന അപ്സ്റ്റോക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അപ്സ്റ്റോക്സിൽ കയറിയിട്ട് ഡയറക്റ്റായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കയറിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. ആരുടെയും ലിങ്കിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. പിന്നെ അവർ എന്തെങ്കിലും ഓഫർ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് പച്ച കള്ളായിരിക്കും, 10 പൈസ കിട്ടില്ല, ഒരു ഓഫറും കിട്ടില്ല. പകരം അവർക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ എന്തെങ്കിലും പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് തരാമെന്നുള്ളതൊക്കെ നേരത്തെ ഈ ഫണ്ടിൻ്റെ ഓതേഴ്സൊക്കെ ആയിട്ട് ഇവർ നേരത്തെ അത് കമ്മിറ്റഡ് ആയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അത് പറഞ്ഞാൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴേ താഴെ 2-3 പേര് കമൻറ്റ് ചെയ്തു, ചേട്ടാ നല്ല സ്റ്റോക്ക് ഏതാണ്, എങ്ങനെയാണ് നല്ല സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനെന്തായാലും ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് ലൈവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈവായിട്ട് ചെയ്തിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഈ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടൂ. എന്നും ഇതിങ്ങനെ എപ്പോഴും പറയണോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് ചെയ്തു പോയാൽ പോരെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക, എന്നാലേ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇതുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റോക്ക് ഇപ്പോൾ എടുക്കാം, നാളെയോ മറ്റന്നാളോ എടുക്കാം. അത് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്നും നമ്മളെടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതും അതൊക്കെ ഒന്ന് കാണിക്കാം. പക്ഷേ ഇങ്ങനെയാണ്, ഞാൻ ഒരു സ്റ്റോക്ക് എടുക്കാനോ ഒന്നിനും ഞാൻ നിങ്ങളാരെയും പ്രോത്സാഹിപ്പിക്കില്ല. നല്ല പ്രോഫിറ്റബിളായിട്ടുള്ള സ്റ്റോക്ക് എങ്ങനെ എടുക്കുന്നതൊക്കെ പുള്ളി എന്നോട് ചോദിച്ചു. ഞാൻ 2 ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ അപ്സ്റ്റോക്സിൽ ഞാൻ എൻ്റെ മ്യൂച്വൽ ഫണ്ട്സിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഇട്ട് വെച്ചേക്കുന്ന ഒരു 3 ഫണ്ടുകളാണ്. ഒന്നാം മോട്ടിലാലിൻ്റെ ഉണ്ട്, മറ്റേ HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് ഉണ്ട്, പിന്നെ സ്മോൾ ക്യാപ്പ് HDFC തന്നെ. മോട്ടിലാലിൻ്റെ ഇക്വിറ്റിയിൽ മിഡ് ക്യാപ്പാണ്,
പിന്നെ രണ്ടാമത്തെ HDFCൻ്റെ അത് ഹൈബ്രിഡ് ഡൈനാമിക് ആണ്. പിന്നെ ഏറ്റവും താഴെയുള്ളത് സ്മോൾ ക്യാപ്പ് ഫണ്ടാണ്. സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു 80% സ്റ്റോക്കുകളായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടാവുക. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ അവനും കയറും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആണല്ലോ, ഞാൻ അതുകൊണ്ടാണ് സ്മോൾ ക്യാപ്പ് പിടിക്കാമെന്ന് വെച്ചേക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ജോയിൻ ചെയ്യാൻ, മ്യൂച്വൽ ഫണ്ട് പറഞ്ഞാൽ പുതിയൊരു SIP സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നും പലരും പറഞ്ഞു. കാണണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ചെയ്യാം. ഓക്കെ, പുതിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വിടൂ, എന്നാലാണ് നമുക്കും ഒരു വീഡിയോ ഉള്ളൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. ഓക്കെ, മറ്റത് HDFC ബാലൻസിൻ്റെ അഡ്വാൻറ്റേജ് ഫണ്ട് അത് ഹൈബ്രിഡാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റേ ഈ മേളിലേക്ക് കുതിക്കുന്ന സ്റ്റോക്കുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. ആ കുതിപ്പിൻ്റെ ഏകദേശം ഒരു എത്തിക്കണതിന് മുമ്പ് തന്നെ അവരത് കട്ട് ഓഫായി മാറും. അതിനകത്ത് അവർ സ്റ്റോക്ക് മാത്രമല്ല, അവർ മറ്റേ എനർജി സെക്ടർ, IT അങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ, മറ്റേ പെട്രോളിയം അങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ അവർ അടുത്ത കാശ് ഇൻവെസ്റ്റ് ചെയ്യും. കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഓരോ വർഷവും വേണ്ട 19.55% പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഹൈ റിസ്ക് എന്നും കാണിക്കുന്നുണ്ട്, ഹൈ റിട്ടേൺസ് എന്നും കാണിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ, ഇത് ഈ കഴിഞ്ഞ 3 വർഷം അവർ ഇത്രയും തന്നു. ചിലപ്പോൾ ഇപ്പോൾ അതിന് മേളിൽ നോക്കി മോട്ടിലാൽ ഓസ്വാൽ നോക്കി മിഡ് ക്യാപ്പ് ഫണ്ട്, അത് ഏകദേശം ഒരു മിഡ് ക്യാപ്പ് ആയതുകൊണ്ട് പ്രോഫിറ്റ് കുറവായിരിക്കും. പക്ഷേ അവരും ആവശ്യമുള്ള സ്റ്റോക്കുകളും അതും സ്റ്റോക്കൊന്നും ഫുൾ എടുക്കില്ല. സ്മോൾ ക്യാപ്പ് മാത്രമാണ് ഒരു 80% എടുക്കുകയുള്ളൂ. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 40%, 35% മാത്രമാണ് സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷത്തിൽ കണ്ടോ, അവർ ഓരോ വർഷവും 29.11% പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷവും തന്ന പ്രോഫിറ്റ് അവർ ഇനിയുള്ള അടുത്ത 3 വർഷം തരണമെന്നുള്ള ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ യൂട്യൂബേഴ്സ് പറയുന്നതായിട്ടുള്ള ഒരു ഫണ്ടിലോ സ്റ്റോക്കിലോ കയറി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് കയറി അത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് കയറി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റോക്ക് എടുക്കുക. ഓരോ സ്റ്റോക്ക് എടുത്തിട്ട് കഴിഞ്ഞ വർഷം എത്ര പ്രോഫിറ്റ് തന്നു, 2 വർഷമായപ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, 3 വർഷത്തിൽ അത് എത്ര പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്നത് ഏതാ, മറ്റേ മോട്ടിലാലല്ലേ. ഞാൻ മോട്ടിലാലിൻ്റെ കഴിഞ്ഞൊരു കൊല്ലത്തെ പ്രോഫിറ്റ് എത്ര ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് കണ്ടോ, കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രോഫിറ്റ് ഉണ്ടോ, 16 സംതിങ് എന്തോ ഉണ്ട്. അടുത്ത 3 കൊല്ലത്ത് നോക്ക് 60 സംതിങ് എന്തോ ഉണ്ട്. അടുത്തത് 5 വർഷത്ത് നോക്കി 100 സംതിങ് എന്തോ ഉണ്ട് പ്രോഫിറ്റ്. ഇത് തന്നെ ഇനി അടുത്ത വരുന്ന 3 കൊല്ലം 5 കൊല്ലം ഇത്രയും തന്നെ തരണം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത സെക്ടർ ഇനി അങ്ങോട്ട് വളർന്നോളണമെന്നില്ല, ചിലപ്പോൾ അത് ഇവിടെ നിൽക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും പ്രോഫിറ്റ് ഇനി അടുത്താണ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതിപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷെ അത് ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടോ ഇല്ലെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ യൂട്യൂബേഴ്സ് പറയുന്നത് കേൾക്കാതെ സ്വന്തമായിട്ട് നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. കഴിഞ്ഞോട്ട് കമൻറ്റ് ചോദിച്ചവരാണ് ഗ്രാഫിൻ്റെ കാര്യം, അത് ഞാൻ പറഞ്ഞുതരാം. എന്താ ഇത് നോക്കിയേ, ഇത് ഞാൻ HDFCയുടെ ഹൈബ്രിഡാണ്, ഹൈബ്രിഡ് ഡൈനാമിക്കിൻ്റെ ഫണ്ടിൻ്റെയാണ്. ഇതുണ്ടോ, ആ ഓൾ എന്ന് പറഞ്ഞാൽ അത് എന്ന് തുടങ്ങി എന്ന് തീരുന്ന വരെയുള്ളതാണ് ആ ഓള്. ഓക്കെ, അത് താഴോട്ട് ഇറങ്ങാതെ മേലോട്ട് കയറി പോയെന്നുണ്ടോ, അതായത് നഷ്ടത്തിലില്ല, പ്രോഫിറ്റ് ഉണ്ട്. അത് എത്ര വരെയും പോകും എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രോഫിറ്റായിട്ട് തന്നെ പോകും. പിന്നെ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരൊറ്റ പോക്ക് മേളിലോട്ട് പോകാതെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കട്ടിങ് ഉണ്ടോ, താഴോട്ട് വരുന്ന പോലെ ഒരു കട്ടിങ്. ഇപ്പോൾ ഏറ്റവും മേളിൽ നോക്കും ചെറിയൊരു കട്ടിങ് ഉണ്ടോ. ഇപ്പോൾ ആ കട്ടിങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഇത്തിരി ഡൗൺ ആണ് ഈ കട്ടിങ്ങിലുള്ളത്, പക്ഷേ അത് ഇതുപോലെ തന്നെ വീണ്ടും മേളിലോട്ട് പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കുറയുന്ന സമയത്താണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സമയത്ത് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇത് മൊത്തം ഉള്ള എല്ലാ ഈ തുടങ്ങിയപ്പോൾ ഉള്ള ലാസ്റ്റ് കണ്ട് 20 വർഷം ആ ഗ്രാഫാണതുള്ളത്. ഞാൻ അതിൻ്റെ 5 വർഷത്തെ ഞാൻ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇതുണ്ടോ, 5 വർഷമായിട്ട് ആ ഗ്രാഫ് പോകുന്നത് അങ്ങനെയാണ്. അടുത്ത് നോക്ക്, 3 വർഷമായിട്ട് നോക്കി, ഇതാ കയറി പോയിട്ട് ഇതൊന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. അടുത്ത് നോക്കിക്കോ, കണ്ടോ, ആ 1 വർഷത്ത് നോക്കി, ഇപ്പം നേരെ താഴോട്ട് ഇറങ്ങിയാൽ നിൽക്കുന്നത്. ഇത് താഴോട്ട് ഇറങ്ങണം. ഇത് താഴോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ വലിയ പ്രൈസിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് താഴോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയും, അതിൻ്റെ NAV കുറയും. NAV എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്രൈസ്, ആ വില കുറയും. ഈ കുറയുമ്പോഴാണ് നമുക്കിത് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ സമയത്ത് അത് വാങ്ങിച്ചു വയ്ക്കാം. ഈ സമയത്ത് വാങ്ങിച്ചു വെച്ചാൽ ഇനി ഇതുപോലെ 2-3 വർഷം കഴിയുമ്പോൾ ഗ്രാഫ് മേളിലേക്ക് വരുമ്പോൾ
യൂണിറ്റിൻ്റെ വില കൂടും. യൂണിറ്റിൻ്റെ വില കൂടുമ്പോഴാണ് നമുക്കത് വിൽക്കാൻ പറ്റുള്ളൂ. നമുക്കിതിനകത്ത് യൂണിറ്റ് ആയിട്ടാണ് വാങ്ങിച്ചു വയ്ക്കുന്നത്. നമ്മൾ എന്ത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കൊടുക്കുന്ന എമൗണ്ട് അല്ല കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള യൂണിറ്റ് വാല്യൂ എത്രയാണോ അതാണ് നമുക്ക് കിട്ടുക. മനസ്സിലായില്ലേ? ഞാൻ ഒരു സ്റ്റോക്ക് ഓർണം ഇപ്പോൾ എനിക്കൊരു സ്റ്റോക്ക് എടുക്കണമെന്നുണ്ട്. ഞാൻ നാളെ മറ്റന്നുള്ള തന്നെ വീഡിയോ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം, ഞാനതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഈ താഴേക്ക് വരുന്ന സാധനമാണ് കഴിഞ്ഞ നേരത്തെ 3 വർഷത്തെ കാണിച്ചതും 5 വർഷത്തെ കാണിച്ചതൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനർത്ഥം എന്താ, ഇത് താഴോട്ട് വന്നാലും വീണ്ടും തിരിച്ച് മേളിലോട്ട് പോകും. കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള ഗ്രാഫ് കാണിച്ചേക്കുന്നത് അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ലാസ്റ്റ് ഒരു 5 വർഷമായപ്പോൾ ഉള്ളത് എങ്ങനെയാണ് ആ ഗ്രാഫ് മേളിലേക്ക് വന്നത്. അപ്പോൾ അതിനകത്തുള്ള ചെറിയ ചെറിയ കട്ടിങ്ങളാണ് ഈ കാണുന്ന ഏറ്റവും വലിയ കയറ്റവും ഇറക്കും. മനസ്സിലായോ? ഇത് നോക്കിയേ, ആ 5 വർഷത്തേക്കുള്ള 5 വർഷത്തിൻ്റെ ഗ്രാഫാണ്. ആ സെയിം HDFC ബാലൻസിൻ്റെ കണ്ടോ? അതിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കട്ടിങ് ഉണ്ടാവും മേളിലേക്ക് പോകുന്നതിനിടെ. അതുപോലുള്ള കട്ടിങ് കുറച്ചുണ്ടാവും. ആ കട്ടിങ്ങിലൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റേറ്റ് കുറവായിരിക്കും. അത് ഞാൻ മേലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് വരും. ഇതാണ് ഈ മ്യൂച്വൽ ഫണ്ട് കൊണ്ടുള്ള കളി. ഇതാണ്. അപ്പോൾ ഈ തുടങ്ങി ഇത്ര നാളുമായിട്ടത് ഒരിക്കലും നമ്മളുടെ ഈ മൊത്തം മുതലെല്ലാം വിട്ട് നേരെ താഴോട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയും വരില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും അതങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും അത് തന്നെയാണ് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേട്ടല്ലേ? താങ്ക്സ് ടു ഓൾ. ബൈ.